അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ക്രിസ്മസ് ആണല്ലോ. എല്ലാവർക്കും നമ്മുടെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. എല്ലാവർക്കും നല്ലത് വരട്ടെ. അപ്പോൾ എന്താ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിന്ന് ക്രിസ്മസ് ആയിട്ട് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ലഗോണിൻ്റെ വെച്ചിട്ട് നമുക്ക് ദം ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കുറച്ചേ വെക്കണുള്ളൂ. ഞങ്ങൾ 4 പേരല്ലേ ഉള്ളൂ. ഷാജേട്ടൻ കഴിക്കുന്നതിന് മുന്നേ പോവോ ഒന്നും ഒരു ഐഡിയ ഇല്ല. ഗ്യാസ് എനിക്ക് ഇനി അടുപ്പിൽ കത്തിക്കുമ്പോഴേക്കും നേരം വൈകും. എനിക്കാണെങ്കിൽ ഉച്ചയാകുമ്പോൾ പുറത്ത് പോകാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നേ അതൊക്കെ കൂടെ തട്ടിക്കൂട്ടി റെഡിയാക്കി വെക്കണം. അപ്പോൾ നമ്മളൊരു 1 കിലോൻ്റെ റൈസ് ഇല്ല, ഒരു 1/2 കിലോ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അതിലേക്ക് 2 സവാള, 4 പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി, ഇത്രക്കൊന്നൊരു ഇഞ്ചി കഷ്ണം, പിന്നെ 3 വെളുത്തുള്ളി, 2 തക്കാളി മുഴുവൻ ഇട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. കുഞ്ഞതായിട്ട് 2 തക്കാളി ഇട്ടത്, വലുതാണെങ്കിൽ 1 ഇട്ടാൽ മതി. ഇതൊക്കെ ഒന്ന് നുറുക്കി വെക്കണം. ബാക്കിയുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെക്കണം. ചിക്കൻ ഞാനതവിടെ കഴുകി വൃത്തിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് വെച്ചിട്ടേ ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ ഗ്യാസിലാവുമ്പോൾ ടപ്പേന്ന് തന്നെ പരിപാടി കഴിയും. ഇത് വേവാൻ വേണ്ടിയിട്ട് കുറച്ച് പണിയുണ്ടല്ലോ ലഗോണ്ടായതുകൊണ്ട്. അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടെ നമുക്ക് ഇതിനകത്തൊന്ന് ചതച്ചെടുക്കാം കേട്ടോ മിക്സിയിൽ. ബാക്കി നമുക്ക് അരിയേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഇതൊന്ന് ചതക്കട്ടെ. ഇതൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ ഇത് ചതച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇതോടെ ഇരിക്കട്ടെ. നമുക്ക് മിക്സിയൊക്കെ മാറ്റി വയ്ക്കാം. പൂവാന്ന് ധൃതി കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ അടുപ്പത്ത് തന്നെ വെക്കേണ്ടി വരും. അതുകൊണ്ട് കേട്ടോ അടുപ്പത്ത് വെക്കാൻ പാടുണ്ടായിട്ടല്ല. പക്ഷെ എന്താ പറയുക, ഇത് പുറത്ത് പോണേ കൊണ്ട് ഞാൻ ചിലപ്പോൾ പോസ്റ്റ് ആവും. പിന്നെ തായി വരുമ്പോഴേക്കും നേരം വൈകും. കണ്ണൻകുട്ടിയാണെങ്കിൽ ഇല്ലെങ്കിൽ വൈകുന്നേരം കേട്ടോ ഞങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാറ്. ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ ആഘോഷിക്കാറ് വൈകിട്ടാണ്. ആഘോഷിക്കാൻ പറഞ്ഞാൽ വലിയ ആഘോഷമൊന്നുമില്ല കേട്ടോ. നമ്മുടെ രീതിക്കുള്ള കുഞ്ഞു ആഘോഷങ്ങൾ. ഫുഡ് ഉണ്ടാക്കല്ലേ ഇപ്പം നമ്മുടെ മെയിൻ ആഘോഷം, അല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പം അത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുക എന്നല്ലാണ്ട്. അപ്പം എന്താക്കിച്ചാൽ എന്താ പറഞ്ഞു വന്നു വെച്ചാൽ വൈകുന്നേരം ആകുമ്പോഴേക്കും കണ്ണൻകുട്ടി കരോളിന് പോകും. പിന്നെ അവൻ വരാൻ വേണ്ടി നേരം വൈകും. ഇതാവുമ്പോൾ പിന്നെ എല്ലാവരും കഴിച്ചിട്ടുണ്ട് പോകുമ്പോൾ ഒരു സമാധാനമല്ലേ. പിന്നെ വൈകുന്നേരം നമുക്ക് ഫ്രീ ആയിട്ടിരിക്കാമല്ലോ. അല്ലെങ്കിൽ പിന്നെ രാത്രി ആട്ടോ ഞങ്ങൾക്ക് എല്ലാ ആഘോഷങ്ങളും, ബർത്ത്ഡേ ആയിക്കോട്ടെ എന്തെങ്കിലും ആയാലും വൈകിട്ടാട്ടോ ചെയ്യാറ്. സവാളയും കാര്യങ്ങളൊക്കെ ഞാൻ നുറുക്കി ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ച് വെച്ചു. പുതിനയും മല്ലിച്ചപ്പും അരിഞ്ഞും വെച്ചിട്ട് ഇനി നമുക്ക് ചിക്കനിലേക്ക് ഒരു ചെറിയൊരു മസാല പുരട്ടാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ചിക്കനിലേക്ക് ഒന്ന് മസാല പുരട്ടി വെക്കാം കേട്ടോ. കുറച്ച് നേരം 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. കഴിഞ്ഞിട്ട് വലിയൊരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ഗരം മസാല ഒരു 1/2 ടീസ്പൂൺ ഇട്ടാൽ മതി കേട്ടോ. ഗരം മസാല ഇട്ട് കൊടുത്തു. പിന്നെ ഒരു നാരങ്ങയുടെ പകുതി നീര് അതുകൂടെ പിഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പാകത്തിന് ഉപ്പിട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്ത് സെറ്റ് ചെയ്തിട്ട് ഒന്ന് ഇത്തിരി നേരം മാറ്റി വയ്ക്കാം. ചിക്കനിൽ മസാലയൊക്കെ പുരട്ടി നമ്മളത് മാറ്റി വെച്ചിട്ടോ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് ഇനി ബിരിയാണിയിലേക്കുള്ള സവാള മൂപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ശരിക്കും ബിരിയാണിക്ക് വഴറ്റാൻ വേണ്ടിയിട്ട് ഒരു 2 സവാളയും പിന്നെ എക്സ്ട്രാ ഒരു സവാള നമ്മൾ വഴറ്റാൻ വേണ്ടിയിട്ട് മൂപ്പിക്കാൻ വേണ്ടിയിട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളി മൂപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണയും നെയ്യും കൂടെ സമാസമം ഒഴിച്ചിട്ട് അതിനകത്താണ് കേട്ടോ ഉള്ളി മൂപ്പിച്ചെടുക്കുന്നത്. അതിന് ഉള്ളി മൂപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് റെഡിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് ശേഷം പുറത്ത് പോകാനുള്ളതുകൊണ്ടാട്ടോ തത്രപ്പാട്. പിന്നെ കണ്ണൻകുട്ടി വൈകുന്നേരം ഇതിന് പോവുകയും ചെയ്യുമെന്ന് പറഞ്ഞല്ലോ. അപ്പോഴേക്കും ഇതൊക്കെ റെഡി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനമല്ല. പിന്നെ രാത്രി കഴിക്കാൻ വേണ്ടിയിട്ട് വരുമ്പോഴേക്കും അത് കേട് വരിക അല്ലെങ്കിൽ ചൂടാറുകയൊക്കെ ചെയ്താലോ പിന്നെ ഒരുമിച്ചിരുന്ന് കഴിക്കാനും പറ്റില്ലെങ്കിലോ എന്നൊക്കെ വിചാരിച്ചിട്ടാട്ടോ പെട്ടെന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഉള്ളി മൂക്കാൻ വേണ്ടിയിട്ട് ഇത്തിരിയും കൂടെ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് അതങ്ങനെ മൂക്കാൻ വേണ്ടി വിട്ടുകൊടുത്ത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. എല്ലാ ഭാഗവും ഒരുപോലെ ഇളക്കിയാലാണ് ആ ഒരു ബ്രൗൺ കളറായിട്ട് വരുള്ളൂ. അല്ലെങ്കിൽ ഒരു ഭാഗം കരിഞ്ഞിട്ടും ഒരു ഭാഗം മൂക്കാണ്ടായിട്ട് വരും. അങ്ങനെ നമ്മുടെ സവോളയൊക്കെ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് വറുത്ത് കോരുകയാണ്. അത് കോരിയതിന് ശേഷം നമുക്ക് അതിനകത്ത് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ വറുത്ത് കോരിയെടുക്കാം കേട്ടോ. ഈ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് എനിക്ക് ഇത്രയും കൂടെ എളുപ്പം. മറ്റേത് ചോറുണ്ടാക്കണം, കറി ഉണ്ടാക്കണം, മീൻ വറുക്കണം, ഇനി ഉപ്പേറി ഉണ്ടെങ്കിൽ അത് വെക്കണം. ഇനിയിപ്പോൾ സദ്യ പരിപാടിയാണെങ്കിൽ ഒന്നേന്ന് വിചാരിച്ചിട്ട് എല്ലാ കാര്യങ്ങളും മട്ടൻ കൂട്ടുകയും വേണം. ബിരിയാണി ആകുമ്പോൾ പിന്നെ ആ പാടൊന്നുമില്ല. പെട്ടെന്ന് സിമ്പിളായിട്ട് റെഡി ആയിട്ട് സെറ്റ് ചെയ്തിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു എനിക്ക് എളുപ്പമായിട്ട് തോന്നാറ് ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഒക്കെ വറുത്ത് കോരി വെച്ചു. ദം ബിരിയാണി നമ്മൾ അധികം ഉണ്ടാക്കാറില്ല. ഒരു പ്രാവശ്യം 2 പ്രാവശ്യമൊക്കെ അങ്ങനെ എപ്പോഴും പൊരിച്ചിട്ടോ അല്ലെങ്കിൽ സെപ്പറേറ്റ് റൈസും അങ്ങനെയൊക്കെയാണ് ചെയ്യാറ് കേട്ടോ. ഇതിപ്പോൾ ദം ബിരിയാണി അതാ
ലഗോൺ കോഴിയും കൂടെ ആകുമ്പോൾ അടിപൊളി ടേസ്റ്റ് ആവും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെമ്പ് വെച്ചു. ഞാൻ പറഞ്ഞു നമുക്ക് ബിരിയാണി ചെമ്പെന്ന് വെച്ചിട്ടുള്ള ഒരു പാത്രമില്ല, അപ്പോൾ ഞാൻ ഇതിനകത്താട്ടോ നമുക്ക് കറക്റ്റാണ് ഇതിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 കിലോ വരെയൊക്കെ പോകും അതിനകത്ത്. എന്നിട്ട് ഞാൻ നെയ്യും വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് അതിനകത്ത് നമ്മുടെ പട്ട, ഗ്രാമ്പു, ഏലക്ക എല്ലാം കൂടെ ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചിട്ട് പാകത്തിന് ഒരു പാത്രമാണ് റൈസുള്ളത്. അപ്പോൾ ഞാൻ അതിനകത്തേക്ക് 2 പാത്രം വെള്ളം സെയിം ഒഴിച്ചു കൊടുത്തു. ലേശം ഉപ്പ് ഇട്ടിട്ട് അത് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വിട്ടിട്ട് അപ്പുറത്തെ ഇതിലേക്ക് വെച്ചു കേട്ടോ, സ്റ്റൗവിലേക്ക്. ഇത് കുറച്ച് ഫ്ലെയിം കൂടുതലാണ്, അത് പിന്നെ ഫ്ലെയിം കുറവാണ്, അപ്പം മെല്ലെ തിളയ്ക്കട്ടെ എന്ന് വിചാരിച്ചു. എന്നിട്ട് ഞാൻ കുക്കർ വെച്ചിട്ട് അതിനകത്തേക്ക് നമ്മൾ ഉള്ളിയും ഇതൊക്കെ മൂപ്പിച്ച എണ്ണ അല്ലേ, അണ്ടിപ്പരിപ്പും ഒക്കെ മൂപ്പിച്ച എണ്ണ അതിനകത്ത് ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ സവാള ഇട്ടു, അതൊന്ന് വഴറ്റാൻ വേണ്ടിയിട്ട് അതിനകത്ത് ഇട്ടു കേട്ടോ. സെയിം എണ്ണ തന്നെയാണ്, വേറെ എക്സ്ട്രാ എണ്ണ കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയും മൂപ്പിച്ച എണ്ണ മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ സവാള ഒരു 3/4 ഭാഗം ഒന്ന് മൂത്ത് വന്നപ്പോൾ ഞാൻ ഇഞ്ചി, വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ചതും കൂടെ ഇട്ട് കൊടുത്തു. അതൊന്ന് മൂത്ത് റെഡി ആയിട്ട് വന്നപ്പോഴേക്കും നമ്മൾ മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ഇട്ടിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നല്ല അടിപൊളിയായിട്ട് മൊത്തം ഒന്ന് ഇളക്കിയിട്ടോ. ഈ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളി ഒക്കെ കൂടെ അതിനകത്തേക്ക് വരുന്ന രീതിയിൽ നല്ലോണം ഒന്ന് ഇളക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ട് കുക്കർ അടയ്ക്കാൻ വേണ്ടിയിട്ട് വിട്ടു. എനിക്ക് ഈ കുക്കർ എപ്പോഴും അതിൻ്റെ സ്ക്രൂ ഇങ്ങനെ ലൂസ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്താവും ഇത് കാണുക. അപ്പോൾ അതൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കട്ടെ, എപ്പോഴും ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് ഇല്ലെങ്കിൽ പ്രഷർ വരാൻ വേണ്ടി വേഗണ പോലൊക്കെ എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ അതൊക്കെ റെഡിയാക്കിയിട്ട് വിസിൽ വരാൻ വേണ്ടി മാറ്റി വെച്ചു. അപ്പോഴേക്കും നമ്മുടെ റൈസിൻ്റെ വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ റൈസൊക്കെ കഴുകി ഊറ്റി വെച്ചിരിക്കുകയായിരുന്നു, അത് അതിനകത്ത് ഇട്ട് കൊടുത്തു. എന്നിട്ട് അതിനകത്തേക്ക് ഉപ്പും കാര്യങ്ങളൊക്കെ പാകത്തിൽ ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാൻ അതിനകത്ത് ഉപ്പും കാര്യങ്ങളൊക്കെ ഇനി പിന്നെ ഒന്ന് തിളച്ച് വന്നതിൻ്റെ ശേഷം ഞാൻ നോക്കാറുള്ളൂ കേട്ടോ. എന്നിട്ട് ഇളക്കി കൊടുത്തിട്ട് ഞാൻ അതിനേക്ക് നമ്മുടെ ബിരിയാണി എസൻസ് ഇല്ലേ, അതൊരു ഒരു ചെറിയ ടീസ്പൂൺ, ഒരു ലേശം, ഒരു ടീസ്പൂണിൻ്റെ 1/2 ടീസ്പൂണൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടാവും. പിന്നെ ഒരു നാരങ്ങ പകുതി അതിൻ്റെ നീരും കൂടെ ഒഴിച്ചിട്ട് അടച്ചു വെച്ചിട്ട് അത് വേവാൻ വേണ്ടിയിട്ട് അടച്ചു വെച്ചു. അപ്പോഴേക്കും നമുക്കൊരു ഈ ലഗോൺ കോഴി ആവുകൊണ്ട് ഒരുപാട് നേരം കുക്കറിലിട്ടിട്ട് വിസിലടിക്കണം കേട്ടോ. അടുപ്പിലാണെങ്കിൽ പെട്ടുപോയിരുന്നു. കുക്കറാവുകൊണ്ട് പിന്നെ നമുക്ക് നല്ലോണം പാകത്തിന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ലഗോണൊക്കെ വെക്കുമ്പോൾ ഇതാണ് എളുപ്പം. മറ്റേ ബ്രോയിലറൊക്കെ ആണെങ്കിൽ നമുക്ക് അടുപ്പത്ത് തന്നെ മതി കേട്ടോ, അത് പെട്ടെന്ന് ഒരു 10 മിനിറ്റിനുള്ളിൽ വെന്ത് കിട്ടുമല്ലോ. ഇതൊരു 5-8 വിസിലൊക്കെ വന്നിട്ടുണ്ടാവും. എന്നിട്ട് അത് വെന്തിട്ടുണ്ടായിരുന്നു, അടിപൊളിയായി വെന്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിനകത്തേക്ക് ഞാൻ നമ്മുടെ തക്കാളി ഇട്ട് കൊടുത്തു, മല്ലിച്ചപ്പും പുതിനയും കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു ലേശം കൂടെ നെയ്യ് അതിനകത്തേക്ക് ഇട്ട് കൊടുത്തു. എല്ലാം കൂടെ ലാസ്റ്റിൽ കേട്ടോ ഒരു 1/2 ടീസ്പൂൺ നെയ്യും കൂടെ ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തു. ലേശം തൈരും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വെച്ചു കേട്ടോ. ഈ സമയത്ത് നമുക്കിനി എരിവ് കുറച്ച് കൂടുതൽ വേണമെങ്കിൽ ഇത്രയും കൂടെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഉപ്പും സെറ്റ് ചെയ്തിട്ട് നോക്കിയിട്ട് ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. നമുക്ക് എരിവും ഉപ്പൊക്കെ കറക്റ്റായിരുന്നു. ഞാനിട്ട് ഒന്നും കൂടെ ഒന്ന് കുറുകാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചു. അപ്പോഴേക്കും നമ്മുടെ റൈസൊക്കെ വെന്ത് പാകമായി അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇതിനകത്ത് തന്നെയാണ് ദമ്മിടാൻ വേണ്ടിയിട്ടുള്ളൂ. അപ്പോൾ ഞാനതൊരു പാത്രത്തിലേക്ക് റൈസൊക്കെ മാറ്റിയിട്ട് ഇനി ഈ പാത്രം കഴുകിയിട്ട് വേണം നമുക്ക് ദമ്മിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ റൈസൊക്കെ കറക്റ്റ് പാകത്തിന് വെന്ത് അടിപൊളിയായിരുന്നു കേട്ടോ. വെന്ത് കുഴഞ്ഞിട്ടുമില്ല, വേവാണ്ടിയില്ല, ആ ഒരു കറക്റ്റ് വെള്ളത്തിന് പാകം. ഈ റൈസും നല്ല അടിപൊളി റൈസ്. എനിക്ക് വളാഞ്ചേരിന്ന് 2-3 പ്രാവശ്യം എനിക്ക് വാങ്ങിയിട്ടുള്ള അടിപൊളി ഒരു ബിരിയാണി കടയാണ്. പക്ഷേ എനിക്ക് അതൊന്ന് വാങ്ങിയ റൈസൊക്കെ വെച്ചിട്ട് ആകെ പാളിയിട്ടുണ്ടായിരുന്നു കേട്ടോ, വെന്ത് കുഴഞ്ഞ് ഇല്ലെങ്കിൽ എന്തോ എനിക്ക് വെച്ച 2 പ്രാവശ്യത്തോളം വെച്ചതൊന്നും എനിക്കൊരു തൃപ്തി വന്നിട്ടുണ്ടായിരുന്നില്ല. ഇത് ലീമാക്സ് എന്ന് വാങ്ങിയതാണ് നമ്മുടെ ഇവിടെ കുളമംഗലത്ത്. അടിപൊളി റൈസാട്ടോ അത്. ഇതിൻ്റെ പേര് ഞാൻ തന്നെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അടിപൊളിയാണ്. അങ്ങനെ ഞാൻ അതിന്ന് കുറച്ച് നമ്മുടെ ചിക്കനിന്ന് പിന്നെ റൈസൊക്കെ മാറ്റി വെച്ചു. ചിക്കൻ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്ന് കുറച്ച് ഗ്രേവി ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് നമ്മുടെ റൈസ് ഉണ്ടാക്കിയിരുന്ന പാത്രം കഴുകിയിട്ട് അതിനകത്തേക്ക് നമ്മുടെ ഈ ചിക്കൻ ഒഴിച്ചിട്ട് അതിലേക്ക് ആക്കി മാറ്റിയിട്ട് നമ്മുടെ റൈസ് ഒരു ലെയർ ഇട്ട് കൊടുത്തു. എന്നിട്ട് ആ ഗ്രേവിയില്ലേ അത് ലേശം ഒന്ന് അതിൻ്റെ മേലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഉള്ളി മൂപ്പിച്ചത്, പുതിന, മല്ലിച്ചപ്പ് എല്ലാം കൂടെ ഒന്നിട്ട് കൊടുത്തിട്ട് പിന്നെ 2ാമത് ലെയർ ഇതേപോലെ സെറ്റ് ചെയ്യുക. ഗ്രേവി കുറച്ച് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് 3ാമതും സെറ്റ് ചെയ്തു. അങ്ങനെ സെറ്റ് ചെയ്തിട്ട് ഈ ഒരു ഗ്രേവി ഒഴിച്ചു കൊടുക്കണ നല്ല ടേസ്റ്റ് ആട്ടോ. നമുക്ക് റൈസിലേക്ക് ആ ബിരിയാണിയുടെ ഫ്ലേവർ മൊത്തം, ആ ചിക്കൻ്റെ ഗ്രേവിയുടെ ഫ്ലേവർ മൊത്തം കിട്ടും. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയാട്ടോ. പിന്നെ ഇതിനകത്തേക്ക് പിന്നെ ഒരു ലെയറും കൂടെ റൈസ് ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിയും സവാള വാട്ടി ഇതൊക്കെ കൂടെ അതിൻ്റെ മേലെ ഇട്ട് കൊടുത്തിട്ട് മല്ലിച്ചപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഞാൻ എന്താക്കി വെച്ചാൽ നമുക്ക് ഇത് ഡയറക്റ്റ് സ്റ്റൗവിൽ വെച്ച് കഴിഞ്ഞാൽ ആകെ കരിഞ്ഞ് കൊളായി പോകും കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ ഒരു പൊട്ടപ്പാൻ ഉണ്ടല്ലേ അതിനകത്ത് കുറച്ച് വെള്ളം വെച്ചിട്ട് അതിൻ്റെ മേലെ ഇത് വെച്ച് അടച്ച് വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ കുറച്ചും കൂടെ RKG അതിൻ്റെ മേലെ ചെയ്തിട്ടുണ്ടായിരുന്നു. വെച്ചാൽ നമ്മൾ എണ്ണ അത്രയും കുറവിലാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു ടേബിൾ സ്പൂണൊക്കെ ഒഴിച്ചിട്ടുണ്ടാവും. RKGയും കൂടെ ഒഴിച്ചിട്ടാണ് അടച്ച് വെക്കുന്നത് കേട്ടോ. എന്നിട്ട് ആ പാനിൽ വെച്ചിട്ട് അതിൻ്റെ മേലെ വെച്ച് ഒരു 10-15 മിനിറ്റ് അങ്ങനെ അവിടെ വെച്ചു.
ആ സമയം കൊണ്ട് എനിക്കിനി അവിടെയൊക്കെ തുടച്ചിട്ടിട്ട് പിന്നെ കച്ചമ്പർ ഉണ്ടാക്കാൻ നമ്മുടെ സർലാസ് അതുപോലെ ഉള്ളിത്തയറില്ലേ ആ സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ സവാളയും കാര്യങ്ങളൊക്കെ മുറിച്ച് വെക്കുകയാണ്. എന്താ വെച്ചാൽ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ഫുഡ് കഴിക്കാമല്ലോ. ഉച്ചയൂണിൻ്റെ മുന്നേ കണ്ണൻകുട്ടിക്ക് പോകാനുള്ള കാര്യത്തിന് അവനും പോവാം. പിന്നെ ഷാജേട്ടൻ പോകുമ്പോൾ അവർക്കിത് കൊണ്ടുപോകണമെന്ന് പറഞ്ഞിരുന്നു. കഴിക്കാൻ വെള്ളം നേരെ ആൾക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആൾക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്താക്കി വെച്ചാൽ പെട്ടെന്ന് ഇതൊക്കെ കച്ചമ്പർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഉള്ളിയും കാര്യങ്ങളൊക്കെ അരിഞ്ഞിട്ട് അത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നിന്നു. അച്ചാർ പിന്നെ നമ്മുടെ നെല്ലിക്കച്ചാർ ഉണ്ട് കേട്ടോ. ഇതിലേക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടം നാരങ്ങച്ചാർ പിന്നെ ഉണ്ടായിരുന്നില്ല. അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒന്നും മെനക്കെട്ടൊന്നുമില്ല. പിന്നെ ഞാൻ തേങ്ങ ചമ്മന്തി അരയ്ക്കണം എന്നുണ്ടായിരുന്നു. പിന്നെ തോന്നി ഇതൊക്കെ ഇപ്പോൾ ഈ കച്ചമ്പറും അച്ചാറൊക്കെ ഉണ്ടല്ലോ, പിന്നെ അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ബിരിയാണി വെക്കണോണ്ട് തന്നെ ഇന്ന് പെട്ടെന്ന് പണികളൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് സമയം ലാഭമുള്ള പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, ഇനി നമുക്ക് ഫുഡ് കഴിച്ചാൽ മതി. അതൊരു 15 മിനിറ്റോളം നമുക്ക് ബിരിയാണി ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് ഞാനൊന്ന് തുറന്നു നോക്കിയപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ അവർക്ക് ഷാജേട്ടൻ്റെ ഉള്ള ഫുഡ് ഒരു പാത്രത്തിലാക്കുകയാണ്. അവർ ചിക്കൻ കൂട്ടാത്തതുകൊണ്ട് റൈസ് മാത്രം, ഗ്രേവി മസാലയൊന്നും ഇല്ലാണ്ട് റൈസ് മാത്രം പിന്നെ കച്ചമ്പറും അച്ചാറും കൂടെ കൂട്ടിയിട്ടാട്ടോ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പാത്രത്തിലാക്കിയിട്ട് ആളെ പറഞ്ഞയച്ചു. കണ്ണൻകുട്ടി അപ്പോഴേക്കും കുളിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അവൻ കുളി കഴിഞ്ഞ് വന്നിട്ട് വേണം ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. പൂജട്ടി കുളിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ പണിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ബാക്കിയുള്ള ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ പൂജട്ടി ചെയ്തിട്ടുണ്ടായിരുന്നു. കുളിയും അലക്കലൊക്കെ അതൊക്കെ അവൾ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആൾക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ആക്കി കൊടുത്തു. ആളെന്നിട്ട് പോയിട്ടുണ്ടായിരുന്നു. നമ്മളൊരു 1:30 കഴിഞ്ഞിട്ടാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നത്. അങ്ങനെ കണ്ണൻകുട്ടി ഇലയൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ 3 ആളും കൂടെ ഇലയിലാണ് ഫുഡ് കഴിക്കുന്നത്. അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ. ഞാൻ ഇതുവരെ വെച്ചതിനെക്കാട്ടിലും അടിപൊളിയായിരുന്നു. നല്ല ഇഷ്ടമായി. ദം ബിരിയാണിക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് ആണല്ലോ. നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ പറയണല്ലോ കേട്ടോ, അടിപൊളിയായിരുന്നു. ഞാൻ ഇതുവരെയൊക്കെ ബിരിയാണി വെച്ചിട്ട് ഞാൻ ഇങ്ങനെ എനിക്ക് ബിരിയാണി ഞാൻ തന്നെ വെച്ചിട്ട് എനിക്ക് കഴിക്കുമ്പോഴേക്കും പെട്ടെന്ന് മടുപ്പായി പോകും. ഇത് ഞങ്ങൾ 3 പേരും കൂടെ ഇരുന്നിട്ട് 2-3 പ്രാവശ്യമൊക്കെ ഇട്ടിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. വയറ് നിറയെ കഴിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ കണ്ണൻകുട്ടിയും പൂജട്ടിയും കൂടെ. അപ്പോൾ ഞങ്ങൾക്ക് കുഞ്ഞു ആഘോഷങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഫുഡ് ഉണ്ടാക്കിയിട്ടോ ഞങ്ങൾ എന്ത് ആഘോഷമാണെങ്കിലും അത് ആഘോഷിക്കാറ്. എന്ത് വിശേഷ ദിവസമാണെങ്കിലും ആഘോഷിക്കാറ്. അല്ലാതെ നമുക്ക് വെക്കേഷന് പുറത്ത് പോകാനോ അങ്ങനെയൊക്കെ പറ്റണതൊക്കെ അങ്ങനെ പറ്റുന്ന സമയങ്ങളിലൊക്കെ നമുക്ക് അങ്ങനെ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴല്ലേ നമുക്ക് അതിന് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ അത്രേ ഉള്ളൂ. എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.